ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയൊക്കെ അനുഭവിച്ച് എന്തിനാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കൂടായിരുന്നോ? എന്തിനാണ് മോൾ അത്ര അനുഭവിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്നതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ കൊടുത്ത വാക്ക്. കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വീട്ടിൽ നിന്ന് ഞാൻ ഗൾഫിൽ പോകുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ വന്നാലും ഉറപ്പായിട്ടും നിനക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും അതിന് നീ തയ്യാറാവരുത്. നീ വീട്ടിൽ തന്നെ ഞാൻ വരുന്നിടം വരെ വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ഉറപ്പായിട്ടും ഞാൻ ഉണ്ടാവും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവിടെ പിടിച്ചു നിൽക്കും, ചാച്ചൻ വരുന്നവരെ എന്ന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന യാതൊരു കാര്യങ്ങളും ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാൻ പോയിരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞു കേട്ട് നാട്ടിലോട്ടെങ്ങാനും വന്നാൽ ഞങ്ങളുടെ പേരിൽ ഒരുപാട് കടങ്ങളുണ്ട്. അപ്പോൾ ആകെ ഒരു പോംവഴി എന്ന് വെച്ചാൽ ഈ കടങ്ങളൊക്കെ വീട്ടാനും ഈ പ്രശ്നങ്ങളൊക്കെ തീരാനും ആകെ ഒരു പോംവഴി എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിൽക്കുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹം അവിടെ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ എനിക്കും കൂടി ഒരു ജോലി റെഡിയാക്കി തരാൻ പറ്റും അദ്ദേഹത്തിന്. അതുപോലെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഗൾഫിൽ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും, ഈ കടങ്ങളെല്ലാം തീരും. അപ്പോൾ ഉടനടി അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് വിളിച്ച് നാട്ടിലോട്ട് വരുത്താൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ട് എനിക്ക്. പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് കുറച്ച് ദേഷ്യക്കാരനാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? എൻ്റെ ഭർത്താവാണ് എല്ലാത്തിനും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, എന്തിനിങ്ങനെ ചെയ്തേ, അങ്ങനെയൊക്കെ വീട്ടുകാരോട് ചോദിക്കാൻ നിൽക്കും. അപ്പോൾ ഉറപ്പായിട്ടും അവർ ഉപദ്രവിക്കും എൻ്റെ ഭർത്താവിനെ. കാരണം പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവിനെ അടിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളിലുണ്ട് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്, അമ്മയാണ്, ചേട്ടനാണ്, ചേട്ടത്തിയാണ്, അങ്ങനെയുള്ളൊരു ചിന്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അവർക്ക് തിരിച്ച് അങ്ങനെ ഒരു കൺസിഡറേഷനോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരോ അല്ല അവർ. അപ്പോൾ ആ ഒരു കാരണം രണ്ടാമത്തെ കാരണമാണ്. രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി ഇദ്ദേഹം പുറത്ത് നിൽക്കുന്നത് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളാണ്. എൻ്റെ വീട്ടുകാർ എന്നെ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും വീട്ടുകാരും കൂടി ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ്. അപ്പം ഞാൻ ഇനി തിരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ, എന്നെ അംഗീകരിക്കുമോ, ഞാൻ ചെയ്ത തെറ്റിന് അവരിനി കുത്തി കാണിക്കുമോ? എൻ്റെ വീടല്ലാഞ്ഞിട്ട് പോലും വേറൊരു വീട്ടിൽ ഞാൻ വന്നിട്ട് പോലും അവരെന്നെ ഒരുപാട് ഇത്രയും ഉപദ്രവിച്ച് എന്നെ ഇത്രയും കുത്തി കാണിച്ചു. അപ്പം ഇനി എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്നെ ഒരുപാട് അറിയാവുന്ന ആ വീട്ടിലോട്ട് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് അവരെന്നെ വേദനിപ്പിക്കുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലല്ല ഉള്ളത്. എൻ്റെ അച്ഛനും അനിയത്തിയും മാത്രമാണ് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അമ്മയില്ലാത്തൊരു സാഹചര്യത്തിൽ എന്നെ ഏറ്റവും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ച ഒരാളെന്ന് പറഞ്ഞാൽ അമ്മയാണ്. അപ്പോൾ അമ്മയില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങോട്ട് ചെല്ലുക, നിൽക്കുക, അതെനിക്ക് ഒട്ടും എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതലേ അമ്മ ഇല്ലാണ്ട് വളർന്നൊരു സാഹചര്യമായിരുന്നു എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ അമ്മ എപ്പോഴും അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുക, ഇടയ്ക്ക് വരിക, അങ്ങനൊരു ഇതായിരുന്നു. കാരണം അമ്മയുടെ ആങ്ങളയ്ക്ക് അസുഖമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പ്രായമായ അവർ മാത്രമേ ഉള്ളൂ, മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അമ്മയുടെ വീട്ടിൽ. അപ്പോൾ അമ്മയുടെയൊക്കെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക, ഇതന്നെ സ്ഥിരം. അപ്പം ഞങ്ങൾ കൂടുതൽ നാൾ എൻ്റെ അനിയത്തിയാണെങ്കിലും ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഞങ്ങൾ 3 പേരെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവത്തുള്ളൂ കൂടുതൽ സമയം. അനിയത്തി എന്നേക്കാൾ ഒരുപാട് വയസ്സിന് ഇളയതാണ്. അപ്പോൾ അവള് എനിക്കൊരു സമാധാനമാവും, അവൾക്ക് ഇതൊന്നും പറഞ്ഞു തന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള അറിവുണ്ടോ? ഒന്നുമില്ല. ഞാൻ അപ്പം എന്തിനാ എൻ്റെ അച്ഛനും അനിയത്തിക്ക് ഒരു ഭാരമായിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകണം? വെറുതെ വേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, ഇവിടെ കിടന്ന് മരിച്ചു പോകേണ്ട സാഹചര്യം വന്നാലും തിരിച്ചു പോവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് അതുപോലെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അബോഷനൊക്കെ ആയിട്ട് എനിക്ക് ആകെ പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല. അമ്മ ഇല്ലാത്തൊരു വീടെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. പെമ്മക്കളുണ്ടായാലും ഉറപ്പായിട്ടും അവർക്ക് അമ്മ തന്നെ വേണം. അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സഹോദരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മായിമാരും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് അമ്മ തന്നെയാണ് ആശ്രയം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് പറയാം, അമ്മേ എൻ്റെ സിറ്റുവേഷൻ ഇതാ, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇതൊക്കെയാണ്, എനിക്ക് അബോഷനായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അമ്മേ, എനിക്ക് പറ്റുന്നില്ല താങ്ങാൻ, എനിക്ക് ഇത്രയും വിഷമങ്ങൾ താങ്ങാനും ഇത്രയും ആങ്സൈറ്റി താങ്ങാനും ഈ ചെറുപ്രായത്തിൽ എനിക്ക് ആവുന്നില്ല, എന്നെ ദയവായിട്ടൊന്ന് സഹായിക്കാവോ എന്ന് എനിക്ക് ചോദിക്കായിരുന്നു. പക്ഷെ അമ്മയില്ലാത്ത ആ സാഹചര്യം അത് ശരിക്കും ഈ ഒരു അവസ്ഥ എന്നെ ശരിക്കും മുതലെടുത്തു പോയി കേട്ടോ എന്നെ.
അതൊക്കെയാണ് കാരണങ്ങൾ. ഇപ്പോഴും അമ്മ ഇല്ല കേട്ടോ. അമ്മയുടെ വീട്ടിൽ തന്നെയാണുള്ളത്. അവിടെ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ആങ്ങള മരിച്ചു പോയി. സുഖമില്ലാത്തൊരാളായിരുന്നു അമ്മാവൻ. ഞാൻ ചെറുപ്പകാലം തൊട്ട് തന്നെ അമ്മാവന് സുഖമില്ലായിരുന്നു. അമ്മാവൻ മരിച്ചു. അമ്മ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ആ ഒരു അച്ഛനും അമ്മയ്ക്കും ആശ്രയം. അപ്പോൾ അമ്മ അവിടെയാണ്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അനിയത്തിയൊക്കെ ഇപ്പോൾ ഒരുപാട് വലുതായി, അവൾക്ക് 10-21 വയസ്സായി. അച്ഛൻ പ്രായമായി വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് അച്ഛന് വേണ്ടിയോ അനിയത്തിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു വിഷമം ഇന്നും ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് എനിക്കുണ്ട്. 7 വർഷമായി ഞാൻ ദുബായിൽ വന്നിട്ട്. അവർക്ക് വേണ്ടി എനിക്കൊന്നും സാമ്പത്തികമായിട്ട് ഹെൽപ്പൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എൻ്റെ സാമീപ്യം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. അവൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. വളരെ ചെറുപ്പം കാലം തൊട്ട് അവൾ തന്നെ ആവേണ്ട ആ ഒരു അവസ്ഥ വന്നു. ഞാനെങ്കിലും ആ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ, അവളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മെൻ്റലി എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ഈ കടങ്ങളും ബാധ്യതകളും, അദ്ദേഹം ഒറ്റയ്ക്കായി പോകും, അദ്ദേഹത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് കടങ്ങളൊന്നും വീട്ടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായിരുന്നു. അപ്പോൾ അത് തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ വേണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്കിപ്പോഴും കുറ്റബോധവും വിഷമവും, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും അനിയത്തിയുടെ അടുത്താണ്. കാരണം എന്നെ ആവശ്യമായിരുന്നു അവർക്ക് ആ സമയത്തെല്ലാം. പക്ഷേ എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് അതൊരു വിഷമമുണ്ട്. ഇപ്പോഴും സാമ്പത്തികമായിട്ട് എനിക്ക് സഹായിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഭർത്താവിന് ഇപ്പോഴും കടങ്ങളൊക്കെ ഇനിയും ഉണ്ട് ബാക്കി. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് തീർച്ചയായിട്ടും അവരെ സഹായിക്കണമെന്നുണ്ട്. എനിക്ക് മനസ്സിന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു ഉടുപ്പ് പോലും മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. ദുബായിലൊക്കെ ആണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി സാധനങ്ങൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു നേരത്തെ ആഹാരം പോലും ഞാൻ ചിലപ്പോൾ മാറ്റി വയ്ക്കും. കാരണം ആ പൈസ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ കടം തീർക്കാമല്ലോ. എൻ്റെ ഭർത്താവ് ഒരിക്കലും കടക്കാരനായിട്ട് ഒരാളുടെ മുമ്പിൽ പോലും നിൽക്കുന്ന എനിക്കിഷ്ടമല്ല. ഇതുവരെ നിർത്തിയിട്ടില്ല കേട്ടോ ഞാൻ. എനിക്കിഷ്ടമല്ല എൻ്റെ ഭർത്താവിനെ ആരും കുറ്റപ്പെടുത്തുന്നു, നീ ആ കടം മേടിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഈ 7 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ, ഈ ദുബായിലെ ഈ വീട്ടിൽ ഇവിടെ ഒന്നുമില്ല. അരിയില്ലെങ്കിൽ അരിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ല, ഉപ്പില്ലെങ്കിൽ ഉപ്പില്ല. ഞങ്ങൾ ആരോട് ചോദിക്കാനോ പരാതി പറയാനോ അല്ലെങ്കിൽ എന്താ പറയുക കടം മേടിച്ചിട്ട് ചെയ്യാനോ നിൽക്കാറില്ല കേട്ടോ. കാരണം ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടു പഠിച്ചൊരു കാര്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് അങ്ങ് കടം മേടിച്ച് അങ്ങ് പെരുമാറുന്ന ആളാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉറപ്പായിട്ട് തീരുമാനം എടുത്തിരുന്നു, കടം മേടിച്ച് ഞങ്ങളൊന്നും ചെയ്യില്ല. ഈ പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശ് മൊത്തം ഞങ്ങൾ എങ്ങനെയും കടം വീട്ടിൽ തീർക്കും, അതല്ലാണ്ട് ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായിട്ട് എന്നെ മനസ്സിലാക്കാട്ടോ, ആരും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് സഹായം ചോദിക്കും അങ്ങനൊന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ആരും സഹായം വേണ്ട, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഫിനാൻഷ്യൽ ഒന്നും വേണ്ട. എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ ഭർത്താവിന് ആരോഗ്യമുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും പണിയെടുത്ത് ഇതെല്ലാം വീട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേരെ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.